കേരളത്തിലെ SFIയുടെ പ്രവർത്തകർ ധരിക്കുന്ന അടിവസ്ത്രത്തിന്റെ നിറം നോക്കാൻ ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ ഇറങ്ങിത്തിരിച്ച ഒരു കാലഘട്ടത്തിലാണ് 2025 ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ട്. മനോരമ എന്ന മാധ്യമം ഇത്രമേൽ അധപ്പതിച്ചോ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു കേരളത്തിലെ പത്രമുത്തശ്ശി എന്നൊക്കെ പേരുള്ള ഒരു മാധ്യമ സ്ഥാപനം ചെന്നെത്തി നിൽക്കുന്ന ദാരിദ്ര്യം, ആ പ്രവർത്തകർ, ആ മേഖലയിൽ, ആ ചാനലിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള ലൈംഗിക ദാരിദ്ര്യം, അത് തീർക്കാൻ SFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ അടിവസ്ത്രത്തിന്റെ നിറം നോക്കി റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുക എന്ന് വെച്ചാൽ എവിടെ എത്തി? ഇതോ മാധ്യമധർമ്മം മനോരമേ എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? മനോരമയ്ക്ക് പണ്ടേ സമരം കണ്ടുകൂടാ. എന്താ വിഷയം? 400 ഏക്കർ ഭൂമി കോട്ടയം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിന്റെ അടിച്ചു മാറ്റിയ ചരിത്രമുള്ള ഈ ചാനലിന്, ഈ പത്രത്തിന് സമരങ്ങളെന്ന് കേൾക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്ന് കേൾക്കുമ്പോൾ, ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോൾ വിരളി കൊള്ളും. പണ്ട് EMS പറഞ്ഞിരുന്നു, മനോരമ എന്നെക്കുറിച്ച് എന്തെങ്കിലും, EMS നാനാരൊക്കെ ആവർത്തിച്ചതാണ്, എന്തെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് മനോരമ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കണം, ഞങ്ങൾക്കെന്തോ പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ കാഴ്ചപ്പാടിനെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മനോരമ കേരളത്തിലെ SFIയുടെ സമരങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ ലൈംഗിക ദാരിദ്ര്യമൊക്കെ കേരളത്തിലെ ഇന്നത്തെ പുതിയ തലമുറയോട് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ആ കമന്റ് ബോക്സ് ഒന്ന് വായിക്കണം. കമന്റ് ബോക്സ് വായിച്ചാൽ നിങ്ങൾ ഇനി ആ റിപ്പോർട്ടിങ്ങിലേക്കൊന്നും പോവില്ല. ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള, അതോടൊപ്പം തന്നെ മനോരമയുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ടെങ്കിൽ മുഖത്ത് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടി അഭ്യർത്ഥിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഞങ്ങളെ കൈകാര്യം ചെയ്യും, തല്ലും, ഓടിച്ച്, ഇതൊക്കെ ഉണ്ട്, ഗ്രനേഡും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഇത് നിങ്ങൾ ഇന്ന സ്ഥലത്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ പുറത്തിറക്കുമ്പോൾ അല്ലേ കാര്യങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊക്കെയാണോ കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം പെരുമാറേണ്ടത്? അപ്പോൾ ആ നിലയിൽ മനോരമ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകർ ആ മേഖല ഇടപെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അതിനോട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത് തെറ്റായിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അത് അവരിന്ന് ചെന്നെത്തി നിൽക്കുന്ന അപജയമാണ്. അവരുടെ മാധ്യമ പ്രവർത്തന മേഖലയിൽ അവർക്ക് വന്നു ചേർന്നിട്ടുള്ള അപജയമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്തേക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരുവനന്തപുരത്തും എറണാകുളത്തും ആ പ്രദേശത്തുള്ള SFI പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മനോരമക്കാർ വരുമ്പോൾ നാളെ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും എഴുതി വെക്കും, മനോരമയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ. അപ്പോൾ അത്തരം കാര്യത്തിലേക്ക് മനോരമ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ.